നമസ്കാരം, ജയ് ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹർഷ, കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഒറ്റൊരു വിന്നറെ ഉണ്ടായിരുന്നുള്ളൂ. ഈ എപ്പിസോഡിൽ നമുക്ക് 3 വിന്നർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മുടെ ഈ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. ഫോർവിഷ് മാട്രസ് ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. ഇഷ്ടംപോലെ സമ്മാനമുണ്ട്. നമ്മൾ എത്ര ഈസി ആയിട്ടുള്ള പാട്ടുകളാണ് കൊണ്ടുവരുന്നത് അല്ലേ? അതാണ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളാണ് നമ്മൾ കൊണ്ടുവന്നത്. അതെ, ഈ പ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പഴയ നല്ല 3 സോങ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇത് എവിടെ നിന്നാണ് ഈ ഷർട്ട്? കൊള്ളാം അല്ലേ? ഇത് ഞാൻ ഇട്ടാ നന്നായിരിക്കൂലേ? സ്കൂളിൽ പോകുന്ന പോലെ ഉണ്ടാവും. സ്കൂളിലാണല്ലോ ഇപ്പൊ ഓൾറെഡി. കൊച്ചിന് സ്കൂളിൽ കൊണ്ടുവരേണ്ട ഞാൻ സ്കൂളിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ മൈ ഗോഡ് എന്തൊക്കെ കേൾക്കണം അല്ലേ? നീ കുട്ടിയായതുകൊണ്ടാണ് ഷർട്ട് ഇട്ടത്. പിന്നെ അടുത്ത ആഴ്ച കൊമ്പൊക്കെ കെട്ടിട്ട് വരാൻ വേണ്ടിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് കഥയൊക്കെ ഇതുപോലെ പറയും ഇതിന്റെ ഇടയിൽ. പക്ഷെ നമ്മുടെ ആദ്യത്തെ കോളർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോളർ വന്നു എന്നുള്ള 6th സെൻസ് എനിക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോയാലോ? നമസ്കാരം, ബീറ്റ് ബഫിലേക്ക് സ്വാഗതം. ഇതാരാണ്? വാസന്തി. ചേച്ചി ഹൗസ് വൈഫ് ആണോ? ഓക്കെ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എങ്ങനെയാണ് സമയമൊക്കെ പോണേ? ഹൗസ് വൈഫ് ആയതുകൊണ്ട് പൊതുവെ സമയമൊക്കെ എപ്പോഴും ഒരുപോലെ തന്നെയാണ്. അതെ അതെ. ആരുടെ മകന്റെ മകളുടെ ആരുടെ കല്യാണം? എനിക്ക് 2 പെൺകുട്ടികളാണ്. കല്യാണം ജനുവരി 26 അതെ 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 അതെ. എന്നിട്ട് കല്യാണമൊക്കെ നന്നായിട്ട് നടന്നോ? അല്ല, തൃശ്ശൂര് പൊതുവെ തൃശ്ശൂര് സ്ലാങ് ഒക്കെ നല്ല രസമാണ്. ഇച്ചിരി കൂടെ സ്പീഡാണെന്ന് തോന്നുന്നു അല്ലേ? ചേച്ചി വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി? കുട്ടികളെ എത്രയില്ല? കുട്ടികളെ +2 കഴിഞ്ഞ സമയത്ത് കല്യാണം വന്നു. +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കല്യാണം വന്നു. കല്യാണം അയച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ +2 കഴിഞ്ഞു. ചേച്ചി പാട്ടൊക്കെ പാടുന്ന ആളാണോ? പാട്ടൊക്കെ പാടായിരുന്നു. ഇപ്പൊ ഈ അർജന്റ് വന്ന കാരണം ഒന്നും മനസ്സിൽ വരുന്നില്ല. ഇല്ല, ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലൊരു പാട്ട് നമുക്ക് പാടിത്തരാൻ പറ്റും. അപ്പൊ ഒരു പാട്ട് പാടാം. യാത്ര മൊഴിയാണോ പൊൻവിളിയാണോ? ഹലോ, എന്ത് നിർത്തിക്കളഞ്ഞ? ഞാൻ വെച്ച് ഇനിയും പാടുന്ന ഓർത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. അല്ല, ഈ പാട്ട് കേട്ടപ്പോ ഹർഷയുടെ കുറച്ച് സങ്കടം മാറിയില്ലേ? കുറച്ച് സങ്കടം മാറി. നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ. കത്തി വെക്കൂല, കത്തി വെക്കില്ല. നല്ല കിടിലം പാട്ടായിരുന്നു. അതുകൊണ്ട് അത് അവിടെ തന്നെ വെക്കും. ചേച്ചി, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പോവാം. ചേച്ചി, നമ്മുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സോങ്ങിന്റെ BGM നമ്മൾ പ്ലേ ചെയ്ത് തരും. ആ സോങ് ചേച്ചി നമുക്ക് വേണ്ടി പാടിത്തരണം. അത് കറക്റ്റായിട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് 2 സമ്മാനവും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും 2 വരി കൃത്യമായിട്ട് പാടണം കേട്ടോ. ആദ്യത്തെ 2 വരി കൃത്യമായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നല്ല കിടലായിട്ടുള്ള 2 സമ്മാനം കിട്ടും. അപ്പൊ BGM വരട്ടെ. കേട്ടോ? മനസ്സിലായോ? കേൾക്കുന്നതിന് മുമ്പ് ചേച്ചി പാടി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ പാടിക്കോ, അറിയാമെങ്കിൽ പാട്. പോരട്ടെ. ചേച്ചി ലിറിക്സ് വരട്ടെ. പറയാൻ പറ്റില്ല. ഇനി ഇതുപോലെ തന്നെയാണെങ്കിലും വരുമ്പോ വിളിക്കാം. അല്ല ചേച്ചി, അപ്പൊ ചേച്ചി കിട്ടും. പക്ഷെ ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പാട്ടല്ലേ ചേച്ചി? അതുപോലെ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുമാണ്. ചിലപ്പോ എനിക്ക് തോന്നേ
ചേച്ചി ആകെ എന്താ പറയാ ടെൻഷനായി, പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കും ടെൻഷനായി തോന്നുന്നു അല്ലേ? ആ സാരമില്ല, അപ്പൊ പോട്ടെ. നമുക്ക് അപ്പൊ ശരിക്കുള്ള ആൻസർ എന്താണെന്ന് കേക്കണ്ടേ ചേച്ചിക്ക്? കേക്കണ്ടേ? അപ്പൊ നമുക്കിപ്പൊ കേൾപ്പിച്ചു തരാം. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട്, കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ കൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം. ചേച്ചി തന്തുനാനൊക്കെ പറഞ്ഞു. ചേച്ചി ഇപ്പോഴാണ് ലിറിക്സ് ഒക്കെ മനസ്സിലായത് ചേച്ചിക്ക്. പെട്ടെന്ന് തന്തുനാനൊക്കെ കേറി വന്നു. അപ്പൊ എന്തായാലും സാരമില്ല, പാട്ട് മനസ്സിലായല്ലോ ഏതാണെന്ന്. ഓക്കെ, സാരമില്ല. സമ്മാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ല കിടലായിട്ടൊരു പാട്ടും പാടി തന്നു, കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഈ പാട്ട് ഇനി കേൾക്കാൻ പോകുന്നത്, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? 2 മക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും വേണ്ടേ? ഓക്കെ, അതെ അതെ, ശരി ശരി. അപ്പൊ 4 മക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കണക്ക് കറക്റ്റ് ആയില്ലേ? ശരി, 4 മക്കളും ഒരു കൊച്ചു കുഞ്ഞുമാളും. കുഞ്ഞാവയുടെ പേരെന്താണ്? എന്താ? ശ്രീ സാൻവിക. ഓക്കെ ഓക്കെ, കൊള്ളാം, നല്ല പേരാട്ടോ. അപ്പൊ ചേച്ചി ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇനിയും വിളിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്ത പ്രാവശ്യമെങ്കിലും സമ്മാനം നേടും. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചേച്ചി ഇതുപോലെ വിളിച്ചാൽ മതി നമ്മുടെ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, ആയിക്കോട്ടെ. നമ്മള് ഈ പരിപാടിന്റെ സ്ക്രോൾ പോകും കേട്ടോ, അവിടെ ഞായറാഴ്ച ചേച്ചി കണ്ടാ മതി. ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി. ടാറ്റ. അപ്പോൾ എന്തായാലും നമ്മൾ വാസന്തി ചേച്ചിയായിരുന്നു വിളിച്ചത്, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ചേച്ചിക്ക് സമ്മാനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നല്ലൊരു പാട്ട് നമ്മൾ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഹർഷ, ഈ സിനിമ കണ്ടപ്പോഴേ, ഈ പാട്ട് സീനല്ല, സിനിമ കണ്ടപ്പോഴേ ഹർഷക്ക് എന്താ തോന്നിയത്? ആദ്യം ഓർമ്മ വന്നത് കസിൻസ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ, പിന്നെന്ന് വെച്ചാൽ ഒരു ഹാപ്പി, എന്താ പറയാ, ഫുള്ളൊരു ഹാപ്പി സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസിൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ പാട്ട് കാണുമ്പോൾ. ശരിക്കും ഉണ്ടല്ലോ, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാൾ ബാംഗ്ലൂരായിരുന്നു, അതും എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ അടിച്ചു പൊളിച്ചൊരു സമയത്തായിരുന്നു ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് തോന്നും. ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ? എനിക്ക് അങ്ങനെയല്ല. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തിലൊരു കല്യാണം വരുമ്പോഴേ ഒരുപാട് കസിൻസ് ഒക്കെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പേയൊക്കെ വരുമല്ലോ. ശരിയാണ്, ആ സമയത്ത് അടിച്ചു പൊളിക്കുക, പിന്നെ അവിടെ ഉള്ള നമ്മുടെ കായലിൽ പോയി കുളിക്കുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ. കാരണം നമ്മൾ നാട്ടിൻപുറത്താണല്ലോ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നാട്ടില്, അതായത് കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത്, അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെയൊക്കെ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയുള്ള കല്യാണങ്ങൾ തന്നെയാണ് ഉള്ളത്. തലേന്ന് രാത്രി അരക്കിനൊക്കെ പോകും കുറെ ചേച്ചിമാരൊക്കെ. നമ്മൾ കത്തി കൂടുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക്. ഹലോ, ഇതാരാണ്? അഞ്ജു. അഞ്ജു എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളം ജില്ലയിൽ നിന്നല്ലോ. ഓക്കെ ഓക്കെ. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എന്താണ് അവിടെ വിശേഷങ്ങള്? ലോക്ക്ഡൗൺ ആണ് വിശേഷം അല്ലേ? പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ? അഞ്ജു എന്താ ചെയ്യുന്നത്? ഇപ്പൊ തൽക്കാലത്തേക്ക് പോവാത്തയാണോ അതോ ഹൗസ് വൈഫ് ആണ്? ഞാൻ ജനിച്ചപ്പോ മുതൽ ഹൗസ് വൈഫ് ആണോ? ജനിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴല്ലേ? ഓക്കെ ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്? ഓക്കെ ഓക്കെ ഓക്കെ. മോളുടെ പേരെന്താണ്? അബിയ. അപ്പൊ ഇപ്രാവശ്യം LKG-യിലൊക്കെ വിടേണ്ട ടൈമാണല്ലോ, വിട്ടില്ല അല്ലേ? ചേർത്തോ? ചേർത്ത് എങ്ങനെ, ഓൺലൈൻ ക്ലാസ് ആണോ? ഓക്കെ, ശരി ശരി. ആണോ? കുറച്ചൊക്കെ വീട്ടിൽ പഠിപ്പിക്കണ്ടോ? അഞ്ജു പഠിപ്പിക്കണ്ടോ? അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. വീട്ടില് കൊച്ചുങ്ങളുണ്ടെങ്കിൽ നമ്മളും കൊച്ചു TV കണ്ടോണ്ടിരിക്കണല്ലോ അല്ലേ? അതാണ്, നമ്മളും കൊച്ചായി മാറുകയാണ്, നമ്മൾ പോലും അറിയാതെ. ആരാണ് ഉദ്ദേശിച്ചത്? കൊച്ചു ടിവിനെ ഉദ്ദേശിച്ചത്? ഞാൻ വെച്ച് ഹർഷനാണ് ഉദ്ദേശിച്ചതെന്ന് കേട്ടോ. അല്ല, ഹർഷ ഇത്രയും പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബോറായിട്ട് വരുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഹർഷനാണ് ഉദ്ദേശിച്ചത്.
അത് തന്നെ. പാട്ടൊക്കെ പാടുന്ന ആളാണോ? ആ പാട്ടൊക്കെ പാടും, നന്നായിട്ട് പാടും. അടിപൊളി. അതാണ് അങ്ങനെയാണ് ഞാൻ നന്നായിട്ട് പാട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് പാട്ട് വരട്ടെ. നല്ല പാട്ട് പാടി തന്നേ. ഞാൻ പാടണോ? ഓ പിന്നാരാ ഞാൻ കൊച്ചിനായാലും ആ, കൊച്ചു പാട്ട് പാടോ? കൊച്ചും പാടും. അത് ശരി. അമ്മയും പാടൂലേ? ഞാൻ പാടും. ആ കുറച്ച് പാട്ടൊന്ന് ഞങ്ങൾക്കൊന്ന് പാടിത്തരൂ. വയമ്പും നാവിൽ പൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ പൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ പൂവും വാനം പാടി. ഇതാണ് നന്നായിട്ട് പാടി കേട്ടാ. കുറച്ച് പാടുന്ന ആള്. അപ്പൊ ഞങ്ങളൊക്കെ പാടി എന്ത് പറയും? എന്ത് പറയും? ഹർഷയുടെ ഒരു പാട്ട് പാടിയായിരുന്നു. ഞാൻ ഭയങ്കര പാട്ടാ. ഹർഷയുടെ ഒരു പാട്ട് പാടിയായിരുന്നു. വാനെ പിന്നെ ആ, നല്ല അതിനുശേഷം പാട്ടല്ലേ? പിന്നെ ഈ പ്രോഗ്രാം നിർത്തേണ്ടി വരും എന്നായതുകൊണ്ട് പിന്നെ പാടേണ്ടി വന്നിട്ടില്ല. അത് തന്നെ. പക്ഷെ അങ്ങനല്ല, നല്ല പാട്ടായിരുന്നു. ഭയങ്കര പാട്ടാ. നമുക്ക് ഡ്യൂറേഷൻ കാരണം പക്ഷെ. ഓക്കെ. അപ്പൊ ചേച്ചി ചേച്ചി നമ്മള് ചേച്ചി പഴയ പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ? ആ എനിക്കതാ ഇഷ്ടം. അതാണല്ലേ. അപ്പൊ നമ്മുടെ ഗെയിം അങ്ങോട്ട് തന്നെ പോവാം. നമ്മളൊരു പഴയ പാട്ടിന്റെ അനുപല്ലവി നമ്മൾ പ്ലേ ചെയ്ത് തരും. ചേച്ചി അതിന്റെ പല്ലവിയാണ് നമുക്ക് പാടി തരേണ്ടത്. പല്ലവി എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈൻ തൊട്ട് അങ്ങ് പാടി തരും അല്ലേ? അതെ, 2 വരികൾ കൃത്യമായിട്ട് പാടണം. ഈ ഒറ്റൊരു നിയമമേ നമുക്കുള്ളൂ. 2 വരികൾ കൃത്യമായിട്ട് പാടണം. അത് ഫുള്ളായിട്ട് പാടിയാൽ മാത്രമേ സമ്മാനമുള്ളൂ. സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സമ്മാനങ്ങൾ നമുക്ക് കിട്ടും. കേട്ടോ? വളരെ ഈസിയാണ്. 2 വരികൾ ഉറപ്പായിട്ടും പാടണം. ആ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടാലോ? ഗെയിമിലോട്ട് പോവാം. ആ ഓക്കെ. അറിയില്ല കേട്ടോ. ഈ പാട്ട് അറിഞ്ഞൂടെ? ഇതിന്റെ തുടക്കം കേൾക്കുമ്പോ അയ്യോ എന്ന് പറയും. പക്ഷെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അല്ലല്ല അല്ല അല്ല ചേച്ചി, ഇത്രയും നമുക്കൊരു പാട്ട് പാടി തന്നുകൊണ്ട് ഒരു ക്ലൂ ചേച്ചിക്ക് പറഞ്ഞുതരാം. യാ സാജ് എന്ന് പറഞ്ഞ ഫിലിമിലുള്ള ഒരു പാട്ടാണിത്. എനിക്ക് ഹിന്ദി ആയതുകൊണ്ട് അറിയാൻ മേലാത്ത, മലയാളം ആയിരുന്നെങ്കിൽ ഓക്കെ നോക്കായിരുന്നു. ഓ അങ്ങനെ. ഇനിയിപ്പോ നമ്മളിത് മലയാളത്തിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഹർഷ മലയാളത്തിൽ ഒന്ന് പാടിക്കൊടുത്തേ. അതുകൊണ്ട് ഇത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് ഇനിയിപ്പോ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് സമയം എടുക്കുമായിരിക്കും. ചേച്ചി കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആൻസർ കേൾക്കാം. ഓക്കെ. കേൾക്കാം. അയ്യോന്ന് വെക്കുന്ന എനിക്ക് അറിയായിരുന്നു. എനിക്കറിയായിരുന്നു. പിന്നെ ഹിന്ദി പാട്ടൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ആ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇഷ്ടം അറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ ഇതുപോലത്തെ പാട്ടുകൾ എടുത്തത്. 5 വിളിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് വെച്ചത്. എനിക്ക് തോന്നി മനഃപൂർവ്വമാണ്. ഈസി ആയിട്ടുള്ള വെച്ചിട്ട് പോലും കിട്ടിയില്ല. എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ ഫസ്റ്റ് കോളർക്കും നമ്മൾ നല്ല എളുപ്പമുള്ള പാട്ട് തന്നെയായിരുന്നു കൊടുത്തത്. പുള്ളിക്കാരിയും പാടിയില്ല. ഇങ്ങനെയൊക്കെ അല്ലേ എളുപ്പമുള്ള പാട്ടുകളാണ്. യാ പക്ഷെ ഇതെല്ലാം എളുപ്പമുള്ള പാട്ട്. പുതിയ പാട്ടിടുമ്പോൾ എല്ലാവരും പറയും പുതിയ പാട്ടുകൾ നമുക്ക് അറിഞ്ഞുകൂടാ, പഴയത് വേണമെന്ന് പറയും. നമ്മൾ പഴയതായിട്ടത്. സാരമില്ല കേട്ടോ, വിഷമിക്കണ്ട. നല്ല അടിപൊളിയായ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടി തന്നല്ലോ. ഞങ്ങൾക്ക് ഇതിനും വലിയ സമ്മാനം വേറെ കിട്ടാനില്ല. സന്തോഷം. കൊറോണക്കാലത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. പറയുമ്പോ ഞങ്ങൾക്കും ഒരു സന്തോഷം. കേൾക്കുമ്പോൾ എനിക്കൊരു സുഖം. നമ്മളെ സമ്മാനം പോയിട്ടില്ല, സമ്മാനം പോയിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സന്തോഷം. അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും അഞ്ചു, എന്തോ നമ്മൾ ഈ പാട്ട് എന്തായാലും നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും? കൊറോണ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത എല്ലാവർക്കും അത് ഡെഡിക്കേറ്റ് ചെയ്യും. ഓ, അതാണ്. ആയിക്കോട്ടെ. അതൊരു നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊറോണ കാലത്ത് വീട്ടിലിരിക്കുന്ന, അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത, എനിക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഹസ്ബൻഡിനോടും മോളോടൊക്കെ ഞങ്ങൾ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ. അപ്പം വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും വിളിക്കണം. ഇനി വിളിക്കുമ്പോൾ നമ്മൾ പഴയ സോങ് ഇട്ട് തരാം അല്ലേ? അതെ. ഇതുപോലത്തെ അല്ലല്ല, മലയാളത്തിലുള്ള പഴയ സോങ്സ്. ഓക്കെ, ബൈ. ഓക്കെ. ടാറ്റാ. സാജ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്.
ഈ ഈ ഈ പടം കാണുമ്പോഴേ അല്ലെങ്കിൽ ഈ സോങ്സ് നമ്മൾ എപ്പോ കേൾക്കുമ്പോഴും ഇല്ലേ വല്ലാതൊരു റൊമാൻറ്റിക് അല്ലേ? എനിക്ക് തോന്നുന്നേ ഈ സോങ് ഏത് സിനിമ, ഈ പാട്ട് ആദ്യമൊക്കെ കേൾക്കുമ്പേ ഈ പാട്ട് ഏത് സിനിമയിലേന്ന് അറിയില്ല, ഇതിൽ ആരാ അഭിനയിക്കും ഒന്നും അറിയില്ല. പക്ഷെ ഈ പാട്ട് കറക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. ഈ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ജനിച്ചിട്ടുള്ളതാണ്. ഞാൻ ജനിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല. ചുമ്മാ അങ്ങ് ഇരുന്ന് തള്ളുവാണ്. 5ാം ക്ലാസ്സിലായിരുന്നു ഞാൻ ആ സമയത്ത് LKG ഇല്ലാത്തോണ്ട് ഞാൻ 1ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അപ്പൊ നല്ല സോങ് ആയിരുന്നു. കാരണം ഇതില് മാധുരി ദീക്ഷിത്തിന്റെ അല്ലേ, എന്തൊരു സുന്ദരിയല്ലേ. ഇപ്പോഴും കാണുമ്പോഴൊരു സുന്ദരി തന്നെ, പണ്ട് എപ്പോഴും സുന്ദരി തന്നെ. അപ്പൊ എന്തായാലും നമ്മളും അങ്ങനെയൊക്കെ ആവുമായിരിക്കും അല്ലേ ഭാവിയിൽ, എപ്പോഴും സുന്ദരി. എന്ത് രസമാണ് കേൾക്കാൻ. അപ്പൊ എന്തായാലും നമ്മളെ അധികം വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം അടുത്ത സുന്ദരിയോ സുന്ദരനോ ആരാണെന്ന് വെച്ചാൽ അറിയില്ല. നമുക്കൊരു കോളർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാ നോക്കാം കേട്ടോ. ഹലോ, ഇതാരാണ്? ഹലോ, ഞാൻ കൊല്ലത്തുനിന്ന് രഞ്ജു ധർമ്മരാജാണ്. രഞ്ജു ധർമ്മരാജൻ. രഞ്ജു എന്ത് ചെയ്യാണ് രഞ്ജു? ഞാൻ ദുബായ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായ് എയർപോർട്ടില് ഇപ്പൊ കൊല്ലത്തുനിന്നാണോ അല്ല ഗൾഫിൽ നിന്നാണോ വിളിക്കണേ? അല്ല, ഇപ്പൊ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. കൊല്ലം. ഈ ലോക്ക്ഡൌൺ ആയ സമയത്ത് വന്നതാണോ? അതിന് മുന്നേ വന്നതാണ്. എന്താ എയർപോർട്ടിൽ എന്തായിട്ടാ വർക്ക് ചെയ്യണേ? എയർപോർട്ടിൽ സ്കൈക്കാർക്കും ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ വന്നിട്ട്? നാട്ടില് വന്നിട്ട് ഇപ്പം വിശേഷം എല്ലാം മൊത്തത്തിൽ എല്ലാവർക്കും ദുരിതമല്ലേ. എല്ലാവർക്കും വിശേഷമാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. 3 പേരുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഇവിടെ ഒരു എറണാകുളത്ത് വർക്ക് ചെയ്യണം. ഇപ്പം വീട്ടിലുണ്ടോ അതോ ജോലിയൊക്കെ തുടങ്ങിയോ വീണ്ടും? ജോലിയൊക്കെ തുടങ്ങി. അമ്മയോ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അപ്പൊ നമുക്ക് എന്തായാലേ നമ്മുടെ ഗെയിമിലോട്ട് കിടക്കാം. നമുക്ക് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളൊരു എന്താ പറയാ, ഒരു പാട്ടിന്റെ BGM ആണ് കേൾക്കാൻ പോകുന്നത്. അത് ഏതാ പാട്ടെന്ന് പറയണം. അപ്പൊ റൂൾ എന്താന്ന് വെച്ചാൽ 2 വരി എന്തായാലും പാടണം. വേറെ ഒരു റൂളും ഇല്ല. 2 ലൈൻ. ഓക്കെ. അപ്പൊ നമുക്ക് BGM കേട്ടാലോ? കേൾക്കാം. ഓക്കെ, റെഡി. BGM വരട്ടെ. ഏതോ ഒരു പാഠത്തിൻ കാതൽ കൊന്നൂന്നോ? ആര് കൊന്നു? സൊന്നെ. ജ്ഞാപകം. ഈ പാട്ട് S.A. രാജ്കുമാർ കേട്ടാലുണ്ടല്ലോ, പുള്ളി വല്ല ഈ പാട്ട് കേട്ടാല് ഇല്ലേ, ഈ പാട്ട് ഇങ്ങനെയും പാടാന്നുള്ളത് തെളിയിച്ചു. എന്തായാലും ഇങ്ങനൊരു പാട്ട് എനിക്ക് തോന്നുന്നില്ല ഏത് സിനിമയിൽ 2 വരിയെ പാടാൻ പറഞ്ഞുള്ളൂ. അതിലെല്ലാ വേർഡ്സും തെറ്റാ ആണ്. ശരിക്കും ആണോന്ന്? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇങ്ങനെ ആയിരുന്നു ഇതിന്റെ ലിറിക്സ്? ഓർമ്മയുണ്ടോ? കാറ്റില്ല, ഏതോ ഒരു പാട്ടാണ്. ഏതോ ഒരു പാട്ട് കാതില് പിന്നെ കേൾക്കുന്നതാണ്. എനിക്ക് തോന്നേ രഞ്ജു പാടുന്നത് അങ്ങനെയാന്ന് തോന്നുന്നു. ഏതോ ഒരു കാട്ടിൽ അങ്ങനെയാണ് പാടുന്നത് അല്ലേ? അതാ. ഇല്ല, നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. രഞ്ജു, നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടാലോ? അതിന് രഞ്ജു പറയണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇല്ലെങ്കിൽ രഞ്ജുവിന്റെ ലിറിക്സ് നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഓക്കെ, വരട്ടെ, പാട്ട് വരട്ടെ. ഏതോ പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോഴെല്ലാം ഉണ്ണിയാവതും താലാട്ടും. കേട്ടാ? ഏതെങ്കിലും ഒരു വേർഡ് ശരിയാണോ? ഹരിഹര ഇത്ര വൃത്തിയായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടിനെയാണ് രഞ്ജു ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് പാടിത്തന്നല്ലേ. രഞ്ജു പക്ഷേ ഉണ്ടല്ലോ ട്രൈ ചെയ്തു. ഞാനാണെങ്കിൽ ഒന്നും പാടില്ലായിരുന്നു. ശരിയാ കേട്ടാ? വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. അപ്പൊ ഇനിയും വിളിക്കുക, ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് പാടിത്തരും അല്ലേ? ഇതിപ്പോ എന്തായാലും എപ്പിസോഡ് എയറിൽ പോണ സമയത്ത് S.A. രാജ്കുമാർ ഹരിഹരനും ചിലപ്പോ ഞങ്ങളായിരിക്കും വന്ന് തല്ലുന്നത്. അതുകൊണ്ട് പക്ഷെ ഇത് കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അറിയുന്ന പോലെ പങ്കെടുത്തു അല്ലേ? അത് തന്നെയാണ് വലിയ കാര്യം. എല്ലാവരും എന്ന് വെച്ചാൽ പറയാതെ പേടിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ഇല്ല, ധൈര്യത്തോടെ രഞ്ജു
മുന്നോട്ട് വന്നു. അതിലാണ് വിജയം. പിന്നെ FP കലാസ്ത എന്ന് പറയുന്ന നമ്മുടെ ക്ലബിന്റെ പേരും ഒന്നെടുത്തോ. പിന്നെ ദുബായ് എയർപോർട്ടിൽ എല്ലാവർക്കും വേണ്ടി നമ്മള് തീർച്ചയായിട്ടും അത് ഇതാ ശരി അത് രഞ്ജു തന്നെ പറഞ്ഞല്ലോ. രഞ്ജു തന്നെ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും അത് നമുക്ക് ഡെഡിക്കേഷൻ ആയിട്ട് അങ്ങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, ബൈ ബൈ. പിന്നിടത്തിൽ എന്നെ കൊടുത്തേ. അതെ, അല്ലേ? നല്ല കിട്ടലം പാട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഇതിനു മുമ്പ് ഇത് നമുക്ക് പാടിത്തന്ന ആൾക്ക് ലിറിക്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പുള്ളി വിളിച്ചു അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സമ്മാനങ്ങൾ അതുപോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും സമ്മാനം കിട്ടിയില്ല. ഫോർവിഷ് മാട്രസിന്റെ 2 സമ്മാനങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ അടുത്ത എപ്പിസോഡിലെങ്കിലും ഈ സമ്മാനം ആരെങ്കിലും മേടിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അല്ല, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് സമ്മാനം മേടിക്കാത്ത എത്ര ഈസി ആയിട്ടുള്ള പാട്ടുകളാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതാണ് വളരെ ഈ ഇന്നിട്ടിരിക്കുന്ന എല്ലാ 3 പാട്ടുകളും ഹർഷ ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും തെറ്റിയാൽ പാടാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എന്നാലും സാരമില്ല. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾ, നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള പാട്ടുകളല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ ആ പാട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാംസിന്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെയിൽസ് വരുന്നുണ്ട്. ഉണ്ടല്ലോ. നമ്മുടെ ഈ സ്ക്രോൾ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ നമുക്ക് 3 കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും വിളിക്കുക അല്ലേ? നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? അതെ. അതുപോലെ തന്നെ ഇമെയിൽസ് അയക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ ID എന്ന് പറയുന്നത് beatbuffjh@gmail.com. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയക്കുക. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് കുറേ പേരൊക്കെ നമ്പറുകളൊക്കെ അയച്ചിട്ടുണ്ട്. അതിൽ 1-2 പേരൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലേ? 1-2 പേരൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഇന്ന്. അപ്പം വൈൻഡപ്പ് പറയാം. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. Gift sponsored by Sughanithrikai Fourwish Mattress.